പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ഫോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചർ മുതൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് കൂടുതലും ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഒരു 20 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡ് പോലും എൻറ്റയർലി മാറിക്കഴിഞ്ഞു. പഴയ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് അടുത്തൊരു വ്യക്തിയിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു ലെറ്റർ എഴുതുക അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം അടിക്കുക എന്നൊക്കെയുള്ള മെക്കാനിസമായിരുന്നു 1980-കൾ വരെയും ഉണ്ടായിരുന്നത്. എന്നാൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ വന്നതോടുകൂടി, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ആ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻസിൻ്റെ രീതികൾ തന്നെ മാറിപ്പോയി. നമുക്കറിയാം, ഇന്ന് നമുക്ക് മെസ്സേജുകൾ അയക്കാൻ തന്നെ വാട്സാപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വീഡിയോ കോൾസ് നമുക്ക് ചെയ്യാനായിട്ട് ഗൂഗിൾ മീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്കൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒത്തിരിയധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കാം. 24 hours ഈ സർവീസസ് അവൈലബിൾ ആണ്. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണോ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ പോയിന്റിൽ ഇത് റിസീവ് ചെയ്യേണ്ട ആളുണ്ട് എങ്കിൽ ആ നിമിഷം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ കമ്മ്യൂണിക്കേഷനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഡിജിറ്റൽ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ വളരെ എളുപ്പം, വളരെ സമയം കുറച്ചുകൊണ്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെക്കാനിസമാണ് പഴയ പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. പണ്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ ചെന്ന് ഒരു ലെറ്റർ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പോസ്റ്റൽ എൻവലപ്പിനകത്ത് ആ ലെറ്ററിനെ ഞാൻ കൺസീൽ ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുചെന്ന് ഞാൻ അതിനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് കളക്ട് ചെയ്ത് സെൻട്രൽ ഓഫീസിൽ പോകും. സെൻട്രൽ ഓഫീസിൽ നിന്ന് പിന്നെ റീജിയണൽ ആയിട്ടുള്ള ഓഫീസുകളിലേക്ക് മാറി ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാൻ, അല്ലെങ്കിൽ ഞാൻ അയച്ച എഴുത്ത് ഈ റിസീവറിന് കിട്ടാനായിട്ട് ചുരുങ്ങിയത് ഒരു 4 ദിവസമെങ്കിലും എടുക്കും. എന്നാൽ ഈ സിസ്റ്റം മാറി ഇമെയിലുകളാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, അതിപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജിമെയിൽ എന്ന് പറയുന്ന ഒരു ഇമെയിൽ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ യാഹൂ മെയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ മെയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഈ മെയിലുകളുടെ സഹായം വളരെ വലിയ വ്യത്യാസമാണ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വരുത്തിയിരിക്കുന്നത്. കാരണം എപ്പോഴാണോ ഒരാൾ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് റിസീവറിന് അയക്കുന്നത്, അയാളിലേക്ക് അതെത്താനായിട്ട് കൂടിപ്പോയാൽ 1-2 മിനിറ്റിൻ്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ് എങ്കിൽ, ഇൻ്റർനെറ്റ് വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ, കമ്മ്യൂണിക്കേഷൻ നമുക്ക് വിത്തിൻ നോ ടൈം കമ്മ്യൂണിക്കേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് പറയാം. അതോടൊപ്പം തന്നെ വളരെ ചീപ്പറുമാണ്. സോ എത്ര വലിയൊരു മെയിൽ അയക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലവാകുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ നോമിനൽ ആയിട്ടുള്ളൊരു കോസ്റ്റാണ്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യുന്നത്, അവരുടെ ഒരു സർവീസ് ചാർജ് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മെയിലുകൾ അയക്കുവാനോ റിസീവ് ചെയ്യാനോ ഒക്കെ സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലവാകുന്നുള്ളൂ. സോ കോസ്റ്റിനെ കുറയ്ക്കാൻ കഴിഞ്ഞു. ലോകത്ത് എവിടെ വേണമെങ്കിലും അയക്കാം. 24 hours അവൈലബിൾ ആണ്. ഒരേ ഒരു കാര്യം, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി നമ്മുടെ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സോ പോസ്റ്റൽ സർവീസിൽ മാറ്റം വന്നതുപോലെ തന്നെയാണ് ബാങ്കിങ് സർവീസിലും വന്ന മാറ്റം. 25 വർഷങ്ങൾ ബാക്കിലേക്ക് പോവുകയാണ് എങ്കിൽ, ബാങ്കിങ് സർവീസ് നടക്കണമെങ്കിൽ ഞാൻ എൻ്റെ സർവീസ് ബാങ്ക് എവിടെയാണോ ആ ബാങ്കിൽ ചെന്ന് അവിടെ ചെന്ന് വേണം ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ സർവീസിനെ ഇനിഷ്യേറ്റ് ചെയ്ത് ആ ബാങ്കിൽ ഞാൻ നേരിട്ട് പോയി എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉറപ്പുവരുത്തി. ബാങ്കിങ് അവേഴ്സ് എപ്പോഴാണോ, ബാങ്കിങ് അവേഴ്സ് സാധാരണത്തിൽ നമുക്കറിയാം 10 മണി മുതൽ 3 മണി വരെയാണ്. ഈ ടൈം ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ബാങ്കിൽ ഞാൻ നേരിട്ട് പോയിട്ട് വേണം ട്രാൻസാക്ഷൻസ് പോസിബിൾ ആക്കാൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് എൻ്റെ ട്രാൻസാക്ഷൻ്റെ സിസ്റ്റവും മാറി. നമ്മളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഇ ബാങ്കിങ് ഓർ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട് എങ്കിൽ, എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, ബാങ്കുകളെ 24 hours ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഇ ബാങ്കിങ് എന്ന് പറയുന്ന ഫെസിലിറ്റിയിലേക്ക് നമ്മൾ മാറി. ഇതേപോലെ നമ്മൾ മുമ്പ് യൂസ് ചെയ്യുന്ന പല സർവീസുകളും ഇന്ന് ഓൺലൈൻ ഫെസിലിറ്റിയിലേക്ക് മാറി. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ഓൺലൈനായിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈനായി നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടൽ മെനൂസ് കണ്ടുകൊണ്ട്
ആ ഹോട്ടലിലുള്ള ഫുഡിനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റോയോ സ്വിഗ്ഗിയോ ഊബർ ഈറ്റോ പോലെയുള്ള ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഹോട്ടലിൽ നിന്ന് നമുക്ക് ഫുഡ് കളക്ട് ചെയ്ത് ഡെലിവർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ ലോകം വളരെയധികം മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പോലും ലേണിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുന്നു. സോ ഈ പ്രോസസ്സുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻസിന് നമ്മളെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി. സോ ഈ രണ്ട് കാര്യങ്ങളും പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ടേംസ്, കൺവേർഷൻസ്, നമ്പർ സിസ്റ്റംസ് ആൻഡ് ബേസിക് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്ന ബേസിക് ചില കാര്യങ്ങളാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൻ്റെ പ്രാധാന്യം. കാരണം നമ്മളുടെ ചുറ്റുപാടും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇലക്ട്രോണിക് മീഡിയാസ്, ഡിജിറ്റൽ മീഡിയാസ് മാറിയിരിക്കുന്നു. സോ അങ്ങനെയുള്ള ഈ ഒരു ലോകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ലെക്ചർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ എന്താണ് നമ്പർ സിസ്റ്റങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ യൂസ് ചെയ്യാറുള്ള നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മാറ്റാം എന്നതിനെയൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു സെറ്റ് ഓഫ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാരും പരിഗണിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.